കോൺഗ്രസിന്റെ നേതാവ് VR അനൂപ് താങ്കൾക്ക് കേൾക്കാമല്ലോ അല്ലേ? ഞാൻ ആദ്യം തന്നെ നമുക്കൊരു സാങ്കേതിക പ്രശ്നം നേരിട്ടു. അത് സാങ്കേതിക സംവിധാനങ്ങളുടെ ആണെങ്കിൽ പോലും ഔപചാരികമായി ഞാൻ താങ്കളോട് ഖേദം അറിയിക്കുകയാണ്, ഞങ്ങളുടെ ഖേദം അറിയിക്കുകയാണ്. താങ്കൾ നേരത്തെ തന്നെ പറയേണ്ടതായിരുന്നു. എന്തായാലും പൂരത്തിന്റെ തലേ ദിവസമാണ്. വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് സംഘാടകർ സംസാരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ കളങ്കമൊന്നും നേരിയതാണെങ്കിൽ പോലും അത് തീണ്ടാത്ത ഒരു പൂരം കാഴ്ചവെക്കാനാകും. നമ്മുടെ അഭിമാനത്തിനൊത്ത പൂരം, നമ്മുടെ ജനാധിപത്യ പാരമ്പര്യത്തിനും മതേതര ബോധത്തിനും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു പൂരം ഇത്തവണ നടക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ തന്നെയാണോ അവിടെ മുന്നോട്ട് പോകുന്നത്? താങ്കൾ എന്ത് നിരീക്ഷിക്കുന്നു? താങ്കളുടെ രാഷ്ട്രീയ കക്ഷി കോൺഗ്രസ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷിയാണ്. ആ കോൺഗ്രസ് ഈ പൂരത്തിന്റെ മുന്നൊരുക്കങ്ങളെ എങ്ങനെ നിരീക്ഷിക്കുന്നു? അനൂപ്. തീർച്ചയായും കോൺഗ്രസിന്റെ നിലപാട് പൊതു ഇടങ്ങൾ, പൂരം പോലുള്ള പൊതു ഇടങ്ങളിൽ വർഗീയ താല്പര്യങ്ങൾ ഭരിക്കപ്പെടരുത് എന്നുള്ളത് തന്നെയാണ്. ഇത്തരമൊരു ചർച്ച പോലും കഴിഞ്ഞ തവണ പൂരത്തിനുണ്ടായ കളങ്കം ആവർത്തിക്കരുത് എന്നുള്ള കൈരളി ടിവിയുടെ ചർച്ചയെ പോലും ഞങ്ങൾ പോസിറ്റീവായിട്ട് കാണുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ BJPയുടെ വർഗീയ അജണ്ടയെ പ്രതിരോധിക്കുമെന്ന് പറയുന്നതിനെയും പോസിറ്റീവായി കാണുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഈ കുടമാറ്റത്തിന് കുടകൾ പരിശോധിച്ച വിവരം പറഞ്ഞപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിൽ സംഭവിച്ച ചില അപജയങ്ങൾ, അപഭ്രംശങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. തൃശ്ശൂർ പൂരത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി സവർക്കറുടെ കുട പ്രത്യക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ ഇത്തരം കേരളത്തിലെ എപ്പോഴും ഇത്തരം വിശ്വാസം സമം, വിശ്വാസികൾ സമം, ഞങ്ങളാണ് എന്ന് പറയുന്ന അത്തരം ചിന്തകളെ പ്രതിരോധിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ പൂരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതോ പരിമിതപ്പെടുന്നതോ ആ അർത്ഥത്തിൽ നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതല്ല. ഈ സമീപകാലത്ത് തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഭാഗത്തു നിന്നുണ്ടായത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിനെതിരെ ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച്, ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് പൊതു ഇടങ്ങളിൽ ഇത്തരം പൊതു ഇടങ്ങളെ വർഗീയ താല്പര്യങ്ങളിൽ നിന്ന് വിമുക്തമാക്കണം എന്നുള്ളത് തന്നെയാണ്. അതിന് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടിയെയും ഞങ്ങൾ സർവാത്മന സ്വാഗതം ചെയ്യും. പക്ഷെ മുൻകാലങ്ങളിൽ ചില പിഴവുകൾ ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി തന്നെ കഴിഞ്ഞ DGPയുടെ ഭാഗത്തു നിന്നുണ്ടായ ഇടപെടലുകളെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു. തീർച്ചയായും അത്തരം പോസ്റ്റ്മോർട്ടത്തിലേക്ക് പൂരത്തിന്റെ സന്ദർഭത്തിൽ ഇന്നേ ദിവസം ഞങ്ങൾ പോകുന്നില്ല. തീർച്ചയായും അത്തരം ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്ത സംഭവങ്ങൾ ആവർത്തിക്കപ്പെടരുത്. അതിയായ ജാഗ്രത ആവശ്യമുണ്ട്. പൂരം പോലെ ആളുകൾ കൂടുന്ന ഇടങ്ങളിലേക്ക് ഇരച്ചു കയറാനുള്ള ഇത്തരം താല്പര്യങ്ങളെ നമുക്ക് ഒറ്റക്കെട്ടായി പ്രതിരോധിക്കാം എന്ന് മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്.